ഞങ്ങൾ ഇന്ന് പോകുന്നത് നമ്മുടെ പുനലൂർ പുതിയതായിട്ട് ആരംഭിച്ച ചുടുകട്ട ജംഗ്ഷനിലുള്ള നമ്മുടെ ഹാപ്പി നോറയുടെ മറൈൻ ഫെസ്റ്റ് കാണാനാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് നമുക്ക് പുറമേ നിന്ന് നോക്കിയപ്പോഴേ മനസ്സിലായി. അന്നേരം തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഹാപ്പി നോറ കാണാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ നേരെ പോയത് അതിൻ്റെ എൻട്രിക്ക് അടുത്താണ്. അവിടെയാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. ഒരാൾക്ക് 100 രൂപയായിരുന്നു. 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കേണ്ടാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 ടിക്കറ്റും എടുത്ത് അമ്പൂട്ടിക്ക് ടിക്കറ്റ് ഇല്ലാതെ അകത്ത് കയറി. കാരണം അമ്പൂട്ടിക്ക് 2 വയസ്സല്ലേ ഉള്ളൂ. എന്നിട്ട് ഞങ്ങൾ നേരെ ചെന്നത് അതിൻ്റെ ഫസ്റ്റ് എൻട്രി സ്ഥലത്താണ്. എൻട്രി സ്ഥലത്ത് ചെന്ന ഉടനെ നമുക്ക് തന്നെ കാണാൻ ഇഷ്ടം പോലെ ചെടികളും എല്ലാം. നമ്മുടെ ഒരു പ്ലാന്റ് ലവേഴ്സിനൊക്കെ നമുക്ക് പെട്ടെന്ന് മേടിക്കാൻ പറ്റിയ അടിപൊളി ഓർക്കിഡും അല്ലാതെ തന്നെ ഒരുപാട് ചെടികളും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചെല്ലുമ്പോഴേ കാണാൻ പറ്റുന്നത് ഒരു അറബി ഒട്ടകവും പിന്നെ കുറേ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു വഴിയാണ്. നമ്മുടെ അമ്പൂട്ടി ആണെങ്കിൽ ഓടിച്ചെന്ന് അറബിയുടെ അടുത്ത് തന്നെ നിൽക്കുകയാണ് കേട്ടോ. അമ്പൂട്ടി അവൻ്റെ അച്ഛനും കൂടെ തന്നെ അതിനകത്ത് ഫോട്ടോ എടുക്കാനായിട്ടുള്ള പ്ലാനിങ്ങിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ഒട്ടകത്തിനൊരു കയറൊക്കെ കൊടുത്തിട്ടുണ്ട്. കയറിലൊക്കെ പിടിച്ച് ഫോട്ടോ എടുക്കാനുള്ള. പിന്നെ നമ്മൾ നേരെ ചെന്നത് അതിൻ്റെ എൻട്രിയിലേക്കാണ്. പിന്നെ നമ്മൾ അന്നേരം ടിക്കറ്റ് സെക്യൂരിറ്റിക്ക് കൊടുത്ത് അവിടേക്ക് പ്രവേശിച്ചു. നല്ല ബ്ലൂയിഷ് കളറിൽ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ മറൈൻ ഫെസ്റ്റ്. മറൈൻ ഫെസ്റ്റ് എന്ന് വെച്ചാൽ തന്നെ ഒരുപാട് മീനുകൾ ഉൾപ്പെടുന്നതുകൊണ്ട് തന്നെ വെറൈറ്റീസ് ഓഫ് ഫിഷാണ് ഇവിടുത്തെ ഒരു മെയിൻ ഘടകമെന്ന് വെച്ചാൽ. അത് വലിപ്പത്തിലായാലും കളറിലായാലും ഒരുപാട് വെറൈറ്റിയുള്ള ഇതുണ്ട്, മീനുകളുണ്ട് കേട്ടോ. നമ്മുടെ അമ്പൂട്ടിയാണെങ്കിൽ അതെല്ലാം കണ്ട് ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയാണൊക്കെ നിൽക്കുകയാണ്. എനിക്കാണെങ്കിൽ ഈ മീനിൻ്റെ ഒന്നും പേരിട്ട് അറിയത്തുമില്ല. ഞാനാണെങ്കിൽ ഇതിൻ്റെ എല്ലാം ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. ഒരുപാട് ഈ റെഡ് കളറും അല്ലാതെ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഇങ്ങനെ ഒരുപാട് കൂട്ടത്തോടെ പോകുന്ന കാണാൻ തന്നെ നല്ല രസമാട്ടോ. നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്പൂട്ടിയാണെങ്കിൽ ഇപ്പം മീൻ പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചാടി ഓടി നിൽക്കുകയാണ്. മീനുകളിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പേരൊന്നും അറിയത്തില്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ളതും പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ പോകുന്ന കണക്ക് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ബ്ലൂ കളർ ആയതുകൊണ്ട് തന്നെ ശരിക്കും കടലിനടിയിലൂടെ നമ്മൾ പോകുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. മീനുകളാണെങ്കിൽ കൂട്ടത്തോടെയും അല്ലാതെയും എല്ലാം ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ അമ്പൂട്ടിക്ക് ഓരോ മീനിനെയും പറ്റി എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവൻ്റെ അച്ഛൻ. പക്ഷേ എന്താണെന്ന് എനിക്കും മനസ്സിലായില്ല. ഞാനിട്ട് ചോദിക്കാനും പോയില്ല. നമുക്ക് ഭംഗിയല്ലേ ആസ്വദിക്കേണ്ടത് എന്ന് കരുതി ഞാനിങ്ങനെ പതിയെ നടക്കുന്നുണ്ട്. ഓരോ മീനുകളുടെയും വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിനിടയിൽ അവരച്ഛനും മോനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പിത്തടഞ്ഞ് എവിടെയൊക്കെയോ നടക്കുവാണ്. ഓരോ മീനിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും അമ്പൂട്ടി അത് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് കേൾപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണാൻ കഴിഞ്ഞത് ഒരു മീനിനെ കൂട്ടത്തോടെ, ചത്തുപോയൊരു മീനാണ്, കൂട്ടത്തോടെ എല്ലാവരും കൂടെ അത് ഭക്ഷിക്കുന്നതാണ് ശരിക്കും കണ്ടത്. അവർക്ക് ഭക്ഷണം എന്നുള്ളത് അതാരായാലും മതിയല്ലോ എന്നുള്ള രീതിയിലാണ് അവർ കഴിക്കുന്നത്. പിന്നെ കുഞ്ഞു കുഞ്ഞു മീനുകൾ കാണാനായിട്ടും പിന്നെ ഒരുപാട് കളറുള്ള മീനുകളും അത്യാവശ്യം. മറൈൻ ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കടലിലുള്ള എല്ലാം വരും. അതിൽ ഏറ്റവും കൂടുതൽ മീനുകളായതുകൊണ്ട് തന്നെ മീനുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പം കുറച്ചുകൂടെ കാണാം. ഇതാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ, നമ്മുടെ മത്സ്യകന്യക കാണാൻ നല്ല ലുക്കാട്ടോ. വേറൊന്നുമല്ല, മത്സ്യകന്യക എല്ലാവരെയും നല്ല ഇൻട്രാക്ഷനോടുകൂടി ഇതാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും മത്സ്യകന്യകയുടെ മുമ്പിലാണ്. അതിനിടയ്ക്ക് ഒരു ലവ് ഒക്കെ വരച്ച് കാണിച്ച് എല്ലാവരുടെയും അട്രാക്ഷൻ പിടിച്ചു പറ്റുന്ന മത്സ്യകന്യകയാണ് ഉള്ളത്. ഇതിനിടയിലേക്ക് ഞാൻ ഇവിടെ അമ്പൂട്ടിയുടെയും അവൻ്റെ അച്ഛൻ്റെയും മുഖത്തേക്കൊന്ന് പതിയെ നോക്കി. അവരും എന്തോ അത്ഭുതത്തോടെ മത്സ്യകന്യകയെ നോക്കി നിൽക്കുന്നതാണ് കണ്ടത്. അപ്പോൾ തന്നെ എനിക്കൊരു ഡയലോഗ് ഓർമ്മ വന്നു. ഏതാണെന്നറിയാമോ? മുനീറേ കണ്ണ് ചിമ്മ് എന്നുള്ളത്. കാരണം മത്സ്യകന്യകയുടെ മുഖത്തോട്ട് തന്നെ നോക്കി അനങ്ങാതെ നിൽക്കുന്ന 2 പേര്. ഇടയ്ക്ക് അമ്പൂട്ടി പറയുന്നുണ്ട് കേട്ടോ, അമ്മേ മീമി 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 എന്നും പറഞ്ഞുകൊണ്ട് എന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചുറ്റുമുള്ളവർ അമ്പൂട്ടി തന്നെ. പിന്നെ അവിടുത്തെ പ്രധാന ഇതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോറുകളാണ്. സ്റ്റോറെന്ന് വെച്ചാൽ എല്ലാതരം സ്റ്റോറുകളും മിക്ക സ്റ്റോറുകളും ഉണ്ട് അവിടെ. എന്ന് വെച്ചാൽ നല്ല ടെക്സ്റ്റുകൾ പിന്നെ കുട്ടികൾക്ക് വേണ്ട ബുക്സ് എല്ലാം വായിക്കുന്നവർക്കൊക്കെ വേണ്ടിയൊക്കെ ഒരുപാട് കളക്ഷൻസ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ സ്നാക്സ് ഐറ്റംസ്, ബേക്കറി ഐറ്റംസ് അതെല്ലാം ഏറ്റവും കൂടുതലുണ്ട്. പിന്നെ അച്ചാറുകൾ,
പിന്നെ പോകുമ്പോൾ ചെറിയ ചെറിയ തുണികൾ, ബെഡ്ഷീറ്റുകൾ, അത്യാവശ്യം എല്ലാ സ്റ്റോറുകളും. പിന്നെ കുട്ടികൾക്ക് ആവശ്യമായവ എത്തിയപ്പോഴത്തേക്ക് അമ്പൂട്ടി അതിനകത്ത് കൈ കടത്തി. ചെന്നപ്പോഴൊരു ബെണ്ടൻ്റെ വാച്ചൊക്കെ എടുത്തങ്ങ് വെച്ചു. പിന്നെ ഒരു കൂളിംഗ് ഗ്ലാസ് അവൻ്റെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ കൂളിംഗ് ഗ്ലാസ്സും എടുത്തു വെച്ചു. പിന്നെ അവന് പരുവാവുന്നൊരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് കൊടുത്ത് അവനെ ഒന്ന് ഗ്ലാമറാക്കി എടുത്തു. അപ്പോഴേക്കും ബെണ്ടൻ്റെ വാച്ച് കെട്ടണമെന്നുള്ള വാശിയിൽ അവർ തന്നെ അത് കെട്ടിക്കൊടുത്ത് അത് കത്തിച്ച് കാണിച്ചപ്പോൾ ഇയാളാകെ ഒരു ഹാപ്പി മൂഡായി. പിന്നെ പോകുമ്പോൾ കുറേയേറെ അച്ചാറുകളായിരുന്നു കേട്ടോ. ഈന്തപ്പഴ അച്ചാറും വെളുത്തുള്ളി അച്ചാറും അങ്ങനെ കുറേ ഇത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ സാമ്പിൾ കിട്ടുന്ന ശർക്കരയും കരിപ്പട്ടിയൊക്കെ ഞാൻ തിന്ന് നോക്കിയിട്ട് അമ്പുട്ടിക്കും കൊടുക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഒന്നും ഇഷ്ടപ്പെടാത്ത രീതിയിൽ അത് തിരിച്ച് എൻ്റെ വായിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെന്നത് പിന്നെ ഒരുപാട് കിളികളൊക്കെ ഉള്ളിടത്ത സ്ഥലത്തേക്കാണ് കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ തന്നെ കാണാം നമുക്ക് ഒരുപാട് കിളികളെന്ന് വെച്ചാൽ പച്ച കളറിലും മഞ്ഞ കളറിലും വെള്ള കളറിലും എല്ലാം ഒരുപാട് കിളികളുണ്ട്. കിളികൾ ആകെ മൊത്തത്തിൽ അവർ തുറന്നു വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഫാനൊക്കെ ഇട്ട് കിളികൾക്ക് പറക്കാൻ വേണ്ടിയുള്ള എല്ലാ സെറ്റപ്പും ചെയ്ത് അവർ കൊടുത്തിട്ടുണ്ട്. പല മരങ്ങൾ, ആർട്ടിഫിഷ്യൽ മരങ്ങൾ പോലെ എല്ലാം വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ കിളികൾക്ക് പറന്ന് ചെന്ന് ഇരിക്കാനും എല്ലാം ഉള്ള ഒരു സ്പേസ് അവർ തന്നെ അതിനകത്ത് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ കിളികളുടെ അടുത്തായിട്ടും ഫാനുകൾ അവർ വെച്ചിരിക്കുന്നത് അതിന് പറക്കാനായിട്ടാണോ അതിന് ചൂട് കൊണ്ടാണോ ഒന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഇലകളൊക്കെ ആർട്ടിഫിഷ്യൽ ഇലകളൊക്കെ അനക്കാൻ വേണ്ടിയായിരിക്കും. പിന്നെ നമ്മൾ ചെന്ന് അവിടെ ഒരു മക്കാവ് ഇരിക്കുന്നത് കണ്ടു. അവിടെ ഒരു ഓന്താണോ എന്ന് തോന്നുന്നു അവിടെ കണ്ടോ നല്ല മരത്തിലായിട്ട് കയറിയിരിക്കുന്നത്. പിന്നെ ഇതൊന്നും കാണാതെ ഞാൻ പെട്ടെന്ന് കണ്ടുപിടിച്ചൊരു സാധനമുണ്ട് കേട്ടോ. അനങ്ങാതെ കിടക്കുന്നതാണ് ആ കൂട്ടിൽ കിടക്കുന്നത്. അതിനെ കണ്ടപ്പോൾ തന്നെ ഞാൻ മാറി. കാരണം ഇതിനെയൊക്കെ എനിക്ക് പേടിയാണ്. അതുമല്ല എനിക്കങ്ങോട്ട് ഇഷ്ടമല്ല. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കിളികളെല്ലാം അവർ തുറന്ന് വിട്ട മാതിരി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വട്ടം ചുറ്റി പറക്കാൻ തുടങ്ങി കേട്ടോ. വട്ടം ചുറ്റി പറക്കുന്നതിനൊപ്പം ഓരോരുത്തർ ബഹളവും വെക്കുന്നു. അയ്യോ തലേ കൊത്തുവന്നു. അന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഇവിടെ അച്ഛനും മോനും ആ മക്കാവെ തൊട്ടും തലോടിയും നിന്ന് അതിനോടൊപ്പം ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഫോട്ടോ എടുക്കാൻ സ്പെഷ്യൽ ഫീ ഒക്കെ ഉണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കേണ്ടവർക്ക് എടുക്കാം, അല്ലാതെ നിർബന്ധമൊന്നുമില്ല, വേണ്ടുന്നവർക്ക് എടുക്കാം. അതിനുശേഷം വേറൊരാളെയും കൂടെ ഞാൻ വെള്ള കളറിലുള്ള ഒരാളെയും കൂടെ കണ്ടതിന് ശേഷം അവിടുന്ന് പതിയെ വിടവാങ്ങാമെന്ന് വിചാരിച്ചു. കാരണം അത്യാവശ്യം ഈ കിളികളും ഒക്കെ കൊത്തില്ല എങ്കിലും ഒരു പേടി ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ നേരെ പോയത് എൻ്റെ മെയിൻ അട്രാക്ഷനായിട്ടുള്ള ഫുഡ് കോർട്ടിലേക്കാണ്. ഫുഡ് കോർട്ട് എന്ന് വെച്ചാൽ അവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നെങ്കിലും ഞാൻ വേറെ കൂടുതലായിട്ടൊന്നും മേടിച്ചില്ല. കോളിഫ്ലവറും തിന്ന് ഞങ്ങൾ ഇനി വിടവാങ്ങാൻ തീരുമാനിച്ചു. അവിടെ കുറേ അമ്യൂസ്മെൻ്റൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും റൈഡൊക്കെ ഉണ്ടെങ്കിലും കയറാനായിട്ടുള്ള സാധിച്ചില്ല. വേറെ കുറേ കാര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ അന്നേരം തന്നെ ഇറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.